നമസ്കാരം. ജൂൺ എന്ന് പറഞ്ഞ സിനിമയിലെ ഹീറോയിൻ രജിഷയും സർജോനുമായിട്ട് ഞാൻ അശ്വതി ആങ്കർ ചെയ്യല്ല, ഞാനും ഒരു കഥാപാത്രമാണ്. മിന്നി ജോയ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ജൂൺ എന്ന് പറഞ്ഞ സിനിമയിൽ. അപ്പം നമ്മളിവിടെ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സർജോനോ, രജിഷ. ജൂൺ എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ 16 മുതൽ 25-26 വയസ്സ് വരെയുള്ള ഒരു ജേണി. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ അവളും അവളുടെ ഒരു കൊച്ചു ലോകവും, അവളുടെ അപ്പയും അമ്മയും പനാമ ജോയും മിനി ജോയും, പനാമ ജോയ് ആയിട്ട് ജോജു ചോയേട്ടനും മിനി ജോയ് ആയിട്ട് അശ്വതി ചേച്ചിയാണ് വരുന്നത്. പിന്നെ അവളുടെ 16 ഫ്രണ്ട്സും. അപ്പോൾ ഇവരുടെ ഈ ഒരു കൊച്ചു ലോകം, ഇത് 10 വർഷം ആ ഒരു ലോകത്തിൻ്റെ ജേണിയാണ് ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമ പറയുന്നത്. ജൂണിന് ഒരു ചെറിയൊരു പ്രണയമുണ്ട്. അത് നോയൽ എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ടാണ്. ആ ക്യാരക്ടറാണ് സർജാനോ ഖാലിദ് എന്ന് പറയുന്ന പുതുമുഖ നായകൻ പോർട്രേ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ അർജുൻ അശോകനുണ്ട്. ആനന്ദ് എന്ന് പറഞ്ഞിട്ട് തുടക്കത്തിലൊരു പൂവാലനും പിന്നീട് ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുമായിട്ടാണ് അർജുൻ വരുന്നത്. അജു വർഗീസ്, അജു ഏട്ടനുണ്ട് നമ്മളുടെ പടത്തിൽ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പേരറിയാത്ത പക്ഷേ ഭാവിയിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ പേരറിയാൻ പോകുന്ന 16 പുതിയ കുട്ടികളും നമ്മൾ സിനിമയിലൂടെ വരുന്നുണ്ട്. അഹമ്മദ് കബീർ എന്ന് പറയുന്ന പുതുമുഖ സംവിധായകനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത്. അഹമ്മദിൻ്റെ 2 ഫ്രണ്ട്സായ ലിബിനും ജീവനും കൂടിയാണ് ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ബാനറിൽ വിജയ് ബാബു ചേട്ടനാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ 10ാമത്തെ സിനിമയും ആട് 2നും അങ്കമാലി ഡയറീസിനും ശേഷം വരുന്ന അടുത്ത സിനിമയും കൂടിയാണ് ജൂൺ. പിന്നെ ജൂണിൽ കുറേ പുതിയ ടെക്നീഷ്യൻസ് ഉണ്ട്. നമ്മളുടെ ക്യാമറാമാൻ ഒരു പുതിയ ആളാണ് ജിതിൻ സ്റ്റാൻസ്ലോസ്, മ്യൂസിക് പുതിയ ആളാണ് ഇഫ്തിക്ക. പക്ഷേ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും ഇഷ്ടംപോലെ ഉണ്ട്. ലിജോ ചേട്ടൻ എഡിറ്റ് ചെയ്യുന്നു, അരുൺ ഏട്ടൻ ആർട്ട് ചെയ്യുന്നു, റോണക്സ് ഏട്ടൻ മേക്കപ്പ്, സ്റ്റെഫി കോസ്റ്റ്യൂം, ധനുഷ് നയനാരാണ് നമ്മൾ സൗണ്ട് ഡിസൈൻ. അങ്ങനെ പറയുകയാണെങ്കിൽ മൊത്തത്തിൽ അത്യാവശ്യം സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ ഒരുമിച്ചുണ്ടാക്കിയ ഒരു കൊച്ചു പടമാണ് ജൂൺ. ഈ സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അശ്വതി ചേച്ചി, ആഫ്റ്റർ എനിക്കൊന്ന് ഒരു ലോങ് ഗ്യാപ്പ് എടുത്തു അല്ലേ? അതെ, ഒരു 17 ഇയേഴ്സായി തിരിച്ചു വന്നേ. പിന്നെ എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് മറക്കാൻ പറ്റുന്നില്ല. അത് അങ്ങനെ പറയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ട്രെയിലർ കാണുമ്പോൾ കുറേ പേർക്ക് കണ്ടിട്ട് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് ചേച്ചി തന്നെയാണോ, അശ്വതി ചേച്ചി തന്നെയാണോ വെച്ചാൽ വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റിൻ്റെ ഒരു തോട്ട് പ്രോസസ്സിലാണല്ലോ എല്ലാവരും. അപ്പോൾ അത് പക്ഷേ ഒരു കഥാപാത്രത്തിൻ്റെ നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്കത് വലിയൊരു കോംപ്ലിമെൻ്റ് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ അമ്മയായിട്ടൊരു കഥാപാത്രം ചെയ്തു എന്നുള്ളതും, പിന്നെ ഒരു ഡ്രാസ്റ്റിക്കായിട്ടൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സ്കെച്ച് ഫ്രം ഹൂ ഐ ആം, അതാണല്ലോ ഒരു ചാലഞ്ച്. നമുക്ക് ഒരു ആർട്ടിസ്റ്റിൻ്റെ നിലയിൽ നമുക്ക് അത് ആൾക്കാർ വിശ്വസിക്കും എന്ന് വിചാരിക്കുന്നു. ഒരു അമ്മ വേഷം ചെയ്തതിൻ്റെ. അശ്വതി ചേച്ചിയിലും ജോജു ചേട്ടനും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ പ്രായം നോക്കാതെ കഥാപാത്ര ഡിമാൻഡ് ചെയ്യുന്ന, അതായത് കഥാപാത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ റിഗാർഡ്ലെസ് ഓഫ് ഏത് പ്രായമാണ് ആ കഥാപാത്രത്തിന് നമ്മളത് ചെയ്യുക. പണ്ട് മമ്മൂക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അല്ലേ? ഭയങ്കര യങ് ആയിരിക്കുമ്പോൾ തന്നെ 18-20 വയസ്സുള്ള കുട്ടിയുടെ അച്ഛനായിട്ട് അന്നേ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് അത് ചെയ്യുന്നുണ്ട്. ഇപ്പം ജോജേട്ടൻ ജോസഫിൽ ഒരു വലിയൊരു കുട്ടിയുടെ അച്ഛനായി. അപ്പം അശ്വതി ചേച്ചിക്ക് സത്യം പറഞ്ഞാൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നല്ലൊരു ക്യാരക്ടറാണെന്ന് മനസ്സിലാവുമ്പം ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് ചെയ്യുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ചേച്ചി ഇല്ലാത്തപ്പോൾ പറഞ്ഞു, ഇരുത്തി പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയേണ്ട ഒരു കാര്യം, ഭയങ്കര എക്സ്ട്രീംലി ഹാർഡ് വർക്കിംഗ് ആണ് ചേച്ചി. അതായത് ചില സാധനങ്ങൾ നമുക്കിപ്പം കിട്ടണില്ലാതെ വർക്കൗട്ട് ആവാത്ത സമയത്ത് നമുക്ക് മതിയാവും, നമ്മൾ മതിയൊന്ന് നിർത്താം എന്ന് വിചാരിക്കുമ്പോഴും അത് പെർഫെക്റ്റ് ആവുന്നത് വരെ പുള്ളിക്കാരി അത് ചെയ്തുകൊണ്ടിരിക്കും. അത് ഭയങ്കര ഒരു ക്വാളിറ്റിയാണ് കേട്ടോ ചേച്ചി, അത് പറയാതിരിക്കാൻ വയ്യ. മാത്രമല്ല ഞാനും പറഞ്ഞുകൊണ്ട് വന്നെന്ന് വെച്ചാൽ അത് ആ എൻവയറമെൻറ്റും കൂടിയാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു നല്ല, ഇപ്പോൾ ജോച്ചേട്ടനാണെങ്കിലും രജിഷായിരുന്നെങ്കിലും ആ ഒരു ഓപ്പൺനെസ്, ഒരു വൾണറബിലിറ്റി ഒരു ആക്ടറിന് അത് ആവശ്യമാണ്. നമ്മളിപ്പോൾ ഏത് സീന് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ എന്താ പറയുക, ഒരു സ്പേസ് തരാം, റെസിപ്രോക്കേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആക്ടിങ് അതാണല്ലോ, അല്ലാണ്ട് റിയാക്ഷൻ ആൻഡ് റെസിപ്രോക്കേഷൻ ആണല്ലോ. അപ്പോൾ അത് തരാനായിട്ടുള്ള ആ സ്പേസും എന്നുവെച്ചാൽ നമ്മൾ മൂന്നുപേരാണ് കൂടുതലും, ജോച്ചേട്ടന് രജിഷ ഞാനായിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻസ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസ് രജിഷ തന്നു എന്നുള്ളതാണ്. തന്നു എന്നല്ല, അങ്ങനെയാണ് രജിഷ, അങ്ങനെയായിരുന്നു ജോച്ചേട്ടനും ഞാനും.
അതല്ലാണ്ട് നമ്മളെ ഇവിടുത്തെ ഒരു ചെറിയൊരു സൂപ്പർ ഹീറോ, ചെറിയൊന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഹരമൊക്കെയായി മാറിയിട്ടുണ്ട് സർജാനോ. പിന്നെ സെൽഫീസിന്റെ ഒക്കെ ക്രേസ് ആണ്. അപ്പൊ അവിടെ എന്തായിരുന്നു എക്സ്പീരിയൻസ്? രജിഷയുടെ എന്തായിരുന്നു എക്സ്പീരിയൻസ് സർജാനോ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന സർജാനോ ഖാലിദാണ് ഈ സിനിമയിലെ ലീഡ് നായകനായിട്ട് വരുന്നത്. നാട്ടുകാരനാണ്. അപ്പോൾ നാട്ടുകാരനാണെന്ന് പറയാൻ അത്യാവശ്യം ഒരു അഭിമാനത്തോടെ ഞാൻ പറയണു. എൻ്റെ നാട് കോഴിക്കോട്, അവിടെ തന്നെ കോഴിക്കോടുകാരനാണ് സർജാനോ. ഓഡിഷനിലൂടെയാണ് ഈ റോളിലോട്ട് എത്തിപ്പെട്ടത്. വളരെയധികം ടാലൻറ്റഡും ഒരു ഭയങ്കര ഭാഗ്യമാണ് ലുക്സും ടാലൻറ്റും ഒരുമിച്ച് കോമ്പിനേഷൻസ് ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. അപ്പം പിന്നെ തൽക്കാലം ഭയങ്കര ഡൗൺ ടു എർത്താണ് ഇതുവരെ ഭയങ്കര ഡൗൺ ടു എർത്ത്. ബട്ട് ഐ തിങ്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരാളാണ് സർജാനോ. അപ്പോൾ ഞങ്ങൾ വി ആർ പ്രൗഡ്ലി പ്രസന്റിങ് സർജാനോ ഖാലിദ്. എന്താ പറയുക, ആദ്യത്തെ സിനിമ കൊണ്ട് തന്നെ എല്ലാം കൂടെ ഉണ്ടായിരുന്ന ഡയറക്ടർ സാറായാലും ഞങ്ങളുടെ DOP ജിതിൻ സ്റ്റാൻസ്ലോസ്, വെരി ടാലൻറ്റഡ് പേഴ്സൺ. എല്ലാവരും പുതിയതായിരുന്നു. ഡയറക്ടറായ പോലും എല്ലാവരും ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു സിനിമയിൽ. എല്ലാവർക്കും സിനിമ നന്നാവണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രൊഡ്യൂസർ കംപ്ലീറ്റ്ലി ഇൻവോൾവ്ഡ് ആയിരുന്നു ഞങ്ങളുടെ എല്ലാത്തിലും. സെറ്റിൽ വരുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു ചേട്ടനെ പോലെയായിരുന്നു വിജയ് സർ. കാരണം ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പോയി സംസാരിക്കാം, അഡ്വൈസ്. അതായത് ഞങ്ങൾ പുതിയതായിട്ട് വന്നുകൊണ്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയില്ലായിരിക്കുമല്ലോ. അപ്പം പുള്ളിയോട് ഞങ്ങളെപ്പോഴും പുള്ളി പറയും, നിങ്ങൾ എന്നെ ചേട്ടനെ പോലെ കണ്ടാൽ മതി, വന്ന് സംസാരിച്ചോളൂ. അപ്പം ആ ഒരു ഫ്രീഡം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഇസ് ദ സിനിമ റൈറ്റ് നൗ. കാരണം കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, ഒരു നല്ല ബന്ധങ്ങൾ, നല്ല എക്സ്പീരിയൻസസ്, നല്ല കുറേ എന്താ പറയുക ആർട്ടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ കൂടെ കുറേ ദിവസം, ഒരു 2-3 മാസം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇത് ഈ ഒരു എക്സ്പീരിയൻസ് സർജാനോയുടെ ക്യാരക്ടറിനെ ഹെൽപ്പ് ചെയ്തോ? ദ ഫാക്ട് ദാറ്റ് അത്രയും ക്ലോസ് ആവാൻ പറ്റി എന്നുള്ളതും റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞങ്ങള് ആ ക്യാരക്ടർ എന്തായിരുന്നു? ഇതില് 16 ന്യൂ കമേഴ്സ് ആണ്. അപ്പോൾ അതിലൊന്നാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു 10-15 ഡേയ്സിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. സോ അതിൽ ഈവൻ രജിഷ വാസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് ജെല്ലായി, നല്ല ബോണ്ടിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം സെറ്റിൽ പോയിട്ട് അതായത് സിനിമയിൽ കംപ്ലീറ്റ് സ്കൂളല്ല, 30% ഒക്കെ സ്കൂൾ പോർഷൻ ഉള്ളൂ. പക്ഷേ സ്കൂൾ പോർഷനൊക്കെ ചെയ്യുമ്പം ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. കാരണം സ്കൂളിൽ പോയി പഠിക്കുന്ന പോലെ തോന്നി, അഭിനയിക്കേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല. പിന്നെ സ്റ്റാർട്ടിങ് ഷൂട്ട് തുടങ്ങിയപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് സ്ക്രീനിൽ വരിക, എങ്ങനെയാണ് നമുക്ക് തന്നെ ആദ്യമായിട്ട് സ്ക്രീനിൻ്റെ മുന്നിൽ വരുമ്പോൾ നമുക്കറിയില്ല നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും സ്ക്രീനിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന സാധനം നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അറിയില്ലല്ലോ. അതിൻ്റെയൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ പതിയെ അത് കുറഞ്ഞു. മെയിനായിട്ട് ആ വർക്ക്ഷോപ്പാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. അത്ര തന്നെ. രജിഷയുടെ കുറേ ചേഞ്ചസ് അല്ലേ? ദാറ്റ് ഈസ് ഐ തിങ്ക് എപ്പിക് ഈ ഫിലിമിൽ. ജൂൺ എന്ന് പറഞ്ഞാൽ എന്ന സ്കൂളിൽ പോണ ഒരു ചെറിയ കുട്ടി ടു ഹർ ടീനേജ് ലൈഫ് ആൻഡ് ദെൻ ഹർ അഡൾട്ട്ഹുഡ്, ആ ഒരു ജേർണി അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയെന്ന് എനിക്കറിയാം. രജിഷ പറഞ്ഞ പോലെ വെൻ യു സേ ദാറ്റ് ഐ പുട്ട് ഇൻ ദാറ്റ് മച്ച് കമ്മിറ്റ്മെൻറ്റ്, Rajisha has put in even more, I feel. I think ഇതൊരു like 2 years ahead ഉള്ള പ്ലാനിങ്ങിലും വിജയ് സാറൊക്കെ ആയിട്ടുള്ള അതെന്തായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ ഒരു കാര്യം പറയട്ടെ. രജിഷ ഞങ്ങളുടെ സ്കൂൾ പോർഷൻ ഷൂട്ട് ചെയ്യുമ്പം ചെറിയ കുട്ടിയായിട്ടാണല്ലോ, അപ്പം ഞങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്ത് മൊത്തം അങ്ങനെയായിരുന്നു. അതായത് കംപ്ലീറ്റ് സെറ്റില് ആ ഒരു ടൈം മൊത്തം, അതായത് സെറ്റിൽ വരുമ്പോൾ മാത്രമല്ല ഫുൾ ആ ഒരു ടൈം പീരീഡ്, ആ ഷൂട്ടിൽ നടക്കുന്ന ആ ടൈം പീരീഡിൽ സെറ്റ് പാക്കപ്പ് പറഞ്ഞാലും ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. എന്റെ ഭാവിയായിരുന്നു ചെറിയ കുട്ടി ആ ഒരു ഏജിലോട്ട് വന്നു.
ആ ഒരു യങ് ഇതിലോട്ട് വന്നു. ഷി വാസ് ബിഹേവിങ് ദാറ്റ് വേ. കുട്ടിത്തവും ഇടയ്ക്ക് വന്നിട്ട് ചൊറിയലും. പിന്നെ അതും എനിക്ക് പിന്നെ ഞാൻ ആ ടീനേജ് ആക്ച്വലി അഡൾട്ട്ഹുഡിലും വരെ നമുക്കൊരു കോമ്പിനേഷനും കൂടി ഉണ്ട്. അപ്പോഴും എൻ്റെ വാവയാണ് രചിച്ച ആ ഒരു ബോണ്ടിങ് ശരിക്കും ക്രിയേറ്റ് ചെയ്ത് വാവയായിട്ട് നിന്ന് അല്ലേ, ആ ഒരു ബോണ്ടിങ് ശരിക്കും ഉണ്ട്. നമ്മൾ ചില സീൻസ് എല്ലാം കഴിഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അല്ലേ, ലൈക്ക് ജസ്റ്റ് ആ ഒരു സെൻസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്, ആ സ്പേസ് യു ആക്ച്വലി ക്രിയേറ്റ് ദാറ്റ് സ്പേസ് ആ റെസിപ്രോക്കേഷന് വേണ്ടി. ആൻഡ് ഇറ്റ് വിൽ ഷോ, ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ഷോ എന്നാണ്. പിന്നെ ഒറ്റ സെക്കൻഡ് ഒന്ന് പൊക്കി കൊടുക്കുക അല്ലേ. അതായത് എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത, സെറ്റിൽ സപ്പോർട്ട് ചെയ്ത രജിഷയാണ്. അഭിനയിക്കുമ്പോഴും അല്ലാതെയും കുറേ അഡ്വൈസസ് തന്നതും, അതായത് പുതുതായിട്ട് വരുമ്പോൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും, അതിനെക്കുറിച്ചൊക്കെ ഒരു എന്താ പറയുക, ഒരു ലൈറ്റ്, റേ ഓഫ് ലൈറ്റ് എന്ന് വേണം പറയാം. ആ ഒരു സാധനം എനിക്ക് തന്നത് രജിഷയാണ്. ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. എൻ്റെ ജൂണാണ്. അതെ, എനിക്ക് ഭയങ്കര നമ്മളെ ഇമോഷണൽ ആക്കുന്ന മൊമെൻറ്റ്സ് ആണ് ഇങ്ങനെ ഒരാൾ നമ്മളടുത്ത് ഇത് വന്ന് പറയുമ്പം. അതായത് പണ്ട് ദിലീപേട്ടൻ, എനിക്ക് തോന്നുന്നു ചാന്തുപൊട്ട് കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു, പുള്ളി പറയുന്നുണ്ടായിരുന്നു ആ കഥാപാത്രം ഷൂട്ട് കഴിഞ്ഞിട്ടും അതിന് ഒരു 1-2 മാസം എടുത്തു അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്ത് വരാൻ എന്നുള്ളത്. അത് അത്രയും അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തതുകൊണ്ടും പിന്നെ അത് വേറൊരു ജെൻഡർ പോലെയാണ് പോർട്രേ ചെയ്യാൻ അല്ലേ, അത്ര നമുക്ക് അത്ര ഇല്ലെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നു ചിലപ്പം ഒരു 1-1.5 വർഷമായിട്ട് ഈ മനസ്സിൽ മൊത്തം ഈ സിനിമയാണ്. ജൂണിൻ്റെ ക്യാരക്ടറും എൻ്റെ ബെഡിൻ്റെ അടുത്തുള്ള ടേബിളിൽ തന്നെ ഇരിക്കുന്ന ജൂണിൻ്റെ സ്ക്രിപ്റ്റാണ്. സിനിമ ഇപ്പോഴൊന്നും ആവില്ല എന്ന് അറിയുമ്പോഴും ആ സ്ക്രിപ്റ്റ് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് തന്നെ വായിക്കുന്നു, നമ്മളതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. പിന്നെ പെട്ടെന്ന് ഇയാളാണ് നമ്മളുടെ അച്ഛനായിട്ടോ അമ്മയായിട്ടോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടായിട്ടോ അഭിനയിക്കുന്നതെന്ന് നമ്മളെ കാണിച്ചു തരുമ്പം പിന്നെ അവരെ ആ മൊമെൻ്റ് തൊട്ട് നമ്മളതാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പം ആദ്യം എൻ്റെ അടുത്ത് എനിക്കൊന്നും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അമ്മയുടെ കഥാപാത്രത്തിനെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരുപാട് പേര് മനസ്സിൽ വന്നു പോയി, നമ്മൾ പുതിയ ആൾക്കാരെക്കാളും അത്യാവശ്യം ഒന്നുമില്ല നമ്മൾ കണ്ട്. പക്ഷേ ഇപ്പം അടുപ്പിച്ച് അമ്മ റോൾ ചെയ്യുന്ന ഒരാൾ വേണ്ട, ഇത്തിരി കൂടെ ഫ്രഷ്നെസ് വേണം. പിന്നെ അഹമ്മദിനെ അറിയായിരുന്നു, അതായത് ഭയങ്കര വെളുത്ത് തുടുത്ത സുന്ദരിയായിട്ട് ഒരു അച്ചായത്തി അമ്മയും അത്യാവശ്യം ഒരു ഇരുണ്ട നിറമുള്ള ഭയങ്കര മാച്ചോ ആയിട്ടുള്ള ഒരു അച്ഛനും, അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ വേണം. ഇവരുടെ രണ്ടുപേരുടെയും ഒരു സാമ്യമുള്ളൊരു മോളും. അതാണ് കറക്റ്റായിട്ട്, അത് ഭയങ്കര സ്പെസിഫിക്കലി അറിയായിരുന്നു. അങ്ങനെ തപ്പി എൻ്റെ അപ്പോൾ ഗൂഗിളിൽ ഇരുന്നിട്ട് ആക്ട്രസസ് അത് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് തന്നെയായിരുന്നു. അങ്ങനെ ഏതോ ഒരു മൊമെന്റിൽ, അതായത് നമ്മളൊരു 10-20 എനിക്ക് തോന്നുന്നു 30ഓളം ഓപ്ഷൻസ് പോയിട്ടുണ്ട്. ചേച്ചിക്ക് അറിയില്ല കാര്യം. അങ്ങനെ നോക്കിയാണ് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഒരു ദിവസം ഒരു പാർലറിൽ എൻ്റെ മുടി മുറിച്ച് അതേ പാർലറിൽ ഞാൻ പോയപ്പോഴാണ് ആദ്യമായിട്ട് അശ്വ ചേച്ചിയെ ഞാൻ കാണുന്നത്. അപ്പോൾ ചേച്ചി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്, ഇങ്ങനെ ഇപ്പോൾ ട്രാൻസ് എന്ന് പറയുന്നൊരു സിനിമ ചെയ്യാൻ പോകുന്നു, അവിടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര സന്തോഷം തോന്നി. അതായത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരു വിവാഹമോ ഒരു പ്രസവമോ ഒരു മരണമോ ഒരിക്കലും ഒരു കലാകാരനെ ഇല്ലാണ്ടാക്കില്ല. നമ്മളെന്നും കലാകാരനും കലാകാരിയായി ജീവിക്കും. ചിലപ്പോൾ ഇടയ്ക്ക് നമ്മളൊരു ബ്രേക്ക് എടുക്കുന്നേ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും നമ്മളുടെ ഉള്ളിലുള്ള കലാകാരനെ നമുക്ക് മറക്കാനോ മാറ്റി വെക്കാനോ പറ്റില്ല എന്ന്. അപ്പം ഓരോരുത്തരും ഈ തിരിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം അശ്വ ചേച്ചീൻ്റെ മറ്റേ സത്യം ശിവസുന്ദരമൊക്കെ ഞാനിങ്ങനെ ടി വിയിലും അന്ന് കാസറ്റ് ആണ് കൂടുതൽ, കാസറ്റ് VCD ഒക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് പോകാൻ മറ്റേ ആ പ്രതിമയിലൊക്കെ അതേപോലെ ഉണ്ടാക്കി നമ്മൾ അങ്ങനെ കണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്നാണ് ആ ചേച്ചിയുടെ ഒരു ഓപ്ഷൻ വന്നതും ഭയങ്കര സന്തോഷം തോന്നി. അപ്പോഴാണ് നമുക്ക് എല്ലാവരും ക്ലിക്കായോ നമ്മൾ എന്തുകൊണ്ടത് ആലോചിച്ചില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ചേച്ചീനെ പിന്നീട് ഞാൻ ആ പാർലറിൽ കണ്ടതിന് ശേഷം ഇത് ഓക്കെ ആയിട്ട് പിന്നീട് ഞാൻ കണ്ട അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ ചേച്ചി എൻ്റെ അമ്മയായി എന്നുള്ളതാണ്. ഞാൻ അമ്മ എന്ന് വിളിക്കണ ആ ഒരു ക്യാരക്ടറായിട്ട് മാറണു. ജോജു ചേട്ടനാന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഇപ്പോഴും അത് കണ്ട് എൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടും എനിക്ക് ഇവരൊക്കെ ആ ക്യാരക്ടേഴ്സൊക്കെ തന്നെയായിട്ട്, അല്ലെങ്കിൽ
അത്ര തന്നെ റെസ്പെക്റ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇവർക്കും എത്രത്തോളം ഇത് കൊടുക്കുന്നു അത്രത്തോളം എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ആ കഥാപാത്രമായിട്ട് നമ്മൾ സത്യമായിട്ടും ജീവിക്കുന്നതുകൊണ്ടും അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്നതായിട്ടുള്ള പെർഫോമൻസ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ്. എൻ്റെ പെർഫോമൻസ് നന്നായാൽ അത് എൻ്റെ കൂടെ നിൽക്കുന്നവർ അത്രയും നല്ല ഗംഭീരമായി പെർഫോം ചെയ്തുകൊണ്ടായിരിക്കും, അത് ഏത് ക്യാരക്ടറിനാണേലും അല്ലേ. അപ്പം ഭയങ്കരമായിട്ട് സിനിമ കാണുമ്പോൾ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും സത്യമായിട്ട് ആ ഒരു ഫാമിലി ആയിട്ട് തോന്നുന്നത്, ആ കണക്ഷൻ തോന്നുന്നത് നമ്മളെല്ലാവരും അതിന് ഇൻപുട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റിൽ ആരെത്ര വയ്യാതായാലും നിച്ചുവിന് സർജാനോയ്ക്ക് ഡെങ്കു വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇടയിൽ, നമുക്കറിയില്ലായിരുന്നു ഡെങ്കു ആണെന്നറിയില്ലായിരുന്നു, ഭയങ്കര പനി വന്ന് വയ്യാതെയായി. പക്ഷേ വേണ്ട ഷൂട്ട് നിർത്തണ്ട, പക്ഷെ കിടന്ന് വിറയ്ക്കുകയാണ്. അതായത് ഓൾറെഡി വെളുത്ത മനുഷ്യൻ വെളുത്ത് വളരുമ്പോഴുള്ളൊരു പേടിയുണ്ടല്ലോ. അപ്പം അങ്ങനെ പുള്ളിക്കാരനോട് അടി കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത്. നമ്മൾ അടി ഉണ്ടാക്കിയിട്ട് പറ്റില്ല പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ആ മൊമെൻറ്റിലൊന്നും ഒരു തവണ പോലും ആരും 2 തവണ ആലോചിച്ചില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും വയ്യ അപ്പം നിർത്തും. ഈ പറയണ ആള് വരെയും അത്യാവശ്യം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അയ്യോ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതെ സത്യാവസ്ഥ. പക്ഷെ നമ്മൾ ചില ഇമോഷണൽ സീൻസിൽ ശരിക്കും വയ്യാണ്ടായിട്ടുണ്ടായിട്ടുണ്ട്. അത് ആ ഒരു എനർജിയും ആ ഒരു എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യണതിന്റെ തളർന്നു പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പ്ലസ് എന്ന് എനിക്ക് തോന്നിയത് ഒട്ടും വയ്യാതെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നിട്ടും ഫുൾ 100%. എന്നിട്ട് പക്ഷെ ആക്ഷൻ പറയുന്നവരെ വയ്യായ്മ ഇങ്ങനെ ഉണ്ടാവും. അതെ പറയുമ്പോ ഫുൾ ഓൺ ആ കഥാപാത്രമായി മാറി. ലൈക് there is no ആ ഒരു ചർപ്പിനെസ്സും റിയലി. but yeah you must sorry. പിന്നെ വേറെ കാര്യം രജിഷന്റെ ഈ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഷൂട്ട് കഴിഞ്ഞു, കംപ്ലീറ്റ് പാക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഒരു ദിവസം ഞങ്ങൾ പുറത്ത് പോയി, ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഹാങ് ഔട്ട് ചെയ്യാൻ പോയപ്പം രജിഷ കൂടെ ഉണ്ടായിരുന്നു. അപ്പം രജിഷ ഇങ്ങനെ ഒരു വണ്ടിയിൽ ഒരു സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് പങ്കെടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി? നിച്ചു എനിക്ക് ഞാൻ ജൂണാണോ രജിഷയാണോ മനസ്സിലാവുന്നില്ല. ആ ഒരു ക്യാരക്ടറിനോട് അത്ര ഇൻവോൾവ് ആയിട്ട് ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ചേച്ചി അത് പറയണ പോലെയല്ലേ, എന്താ പറയുക, ഒരു സിനിമയുടെ എല്ലാ ഫ്രെയിമിലും നമ്മൾ വരുമ്പം നമ്മൾ അതായത് ഒരു ബ്രേക്കും കിട്ടാതെ നമ്മൾ ഈ ഒരു ക്യാരക്ടറായിട്ട് തന്നെ ജീവിക്കുമ്പോൾ അത് പക്ഷെ അതിന് ഭയങ്കരമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഹൈ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആക്ഷൻ വിളിക്കുമ്പോൾ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ഒരിക്കലും എന്നെ വെച്ച് കമ്പയർ ചെയ്യല്ലോ കേട്ടോ, ഞാൻ ഓരോരോ മഹാന്മാരായ ആക്ടേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ അത് ലാലേട്ടൻ എന്തൊക്കെ തമാശ പറഞ്ഞ് കളിക്കുകയാണെങ്കിലും ആ സ്പോട്ടിൽ ആക്ഷൻ പറയുമ്പോൾ അദ്ദേഹം ആ കഥാപാത്രമായിട്ട് മാറുന്ന കാണണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പോലും അറിയാതെ അത് നമുക്ക് സിനിമയോട് അത്രയ്ക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ് കേട്ടോ. നമ്മളെല്ലാവരും ഇപ്പം ഇവരെല്ലാവരും എൻ്റെ ഇതൊക്കെ പറഞ്ഞെങ്കിലും എന്നേക്കാൾ ഒരു പിടി കൂടുതൽ കഷ്ടപ്പെട്ട ഒരുപാട് പേര് ഈ സിനിമയിലുണ്ട്. ബാക്കിയുള്ള ഈ 16 പിള്ളേരാണേലും എല്ലാവരും ഇപ്പം ജോജു ചേട്ടനൊക്കെ മൾട്ടിപ്പിൾ സിനിമയുടെ ഷൂട്ടിൻ്റെ ഇടയിൽ നിന്നാണ് ഓടി വരുന്നതും. പ്രളയത്തിൻ്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെ കഷ്ടപ്പെട്ടു. അപ്പം പ്രളയത്തിൻ്റെ സമയത്ത് ജോജു ചേട്ടൻ 2 വീടും വെള്ളത്തിൻ്റെ ഉള്ളിലായിരുന്നു. പക്ഷേ ഷൂട്ട് അതാണ്, അതായത് നമ്മൾ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയില്ലേ, അതായത് വീട്ടിലൊരു മരണം ഉണ്ടായപ്പോലും ഷൂട്ടിനെ വിളിച്ചാൽ, ഇപ്പൊ ക്രിക്കറ്റിൽ വിരാട് കോഹ്ലി പോയതുപോലെ തന്നെ ഷൂട്ടിനെ വിളിച്ചാൽ നമ്മൾ പോയി ഷൂട്ട് ചെയ്യാന്നുള്ളതാണ്. അത് നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട്, അതായത് ഈ കലയോട് അത്രയ്ക്ക് അധികം സ്നേഹമുള്ളതുകൊണ്ട്. കാരണം ഈ സിനിമ നമ്മൾ കൊടുക്കുന്നത് സിനിമയെ അത്രയും സ്നേഹിക്കുന്ന ഓഡിയൻസിന് വേണ്ടിയിട്ടാണെന്ന് അറിയുന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ സമ്പാദിക്കുന്ന കാശിൽ നിന്ന് ഒരു വിഹിതം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സിനിമയോട് അത്ര ഇഷ്ടം. അപ്പം നമുക്കൊരു കടമയുണ്ടല്ലോ, ഒരു നല്ല സാധനം അങ്ങോട്ട് തരിക എന്നുള്ളത്. ആ ഒരു തോട്ടാണ് ഈ എത്ര വയ്യാതിരിക്കുമ്പോഴും നമ്മളെല്ലാവരും ചാടി എണീറ്റ് കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. ഈ ഒരു പാഷൻ ആയിരുന്നല്ലോ രജിച്ചത്. ഈ ഫുൾ ടീമിന്റെ ഇതൊരു ഡ്രീമാണ് സത്യം പറഞ്ഞാൽ അല്ലേ. പിന്നെ 4 വർഷം ചേച്ചി, ലൈക്ക് 4 years കാലമാണ് ഒരു ജീവിതത്തിൽ. ഒരു 10, 25, 26 വയസ്സുള്ള ഒരു മനുഷ്യൻ ആ ജീവിതത്തിലെ 4 വർഷം, ഒരു 100 വർഷത്തിലെ ഒരു 4 വർഷമല്ല, ഒരു 25, 26 വർഷങ്ങളിലെ 4 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെക്കുക എന്ന് പറയുമ്പം അത് ആ ഡയറക്ടർ
ക്യാരക്ടറിന് അത്ര വലിയ ആഗ്രഹവും സ്വപ്നവും ആയതുകൊണ്ടാണ്. അതുകൊണ്ടായിരിക്കും ദൈവാധീനം കൊണ്ട് എല്ലാം കറക്റ്റ് ആൾക്കാരെടുത്ത് എത്തുന്നു, ഇതുവരെ ആരും ഒന്നും പറയാതെ നിങ്ങളടുത്ത് എത്തുന്നു എന്നുള്ളത്. അതൊക്കെ അത് പറയല്ലോ നമ്മുടെ മനസ്സിലൊരു സാധനം അങ്ങനെ ആഗ്രഹിച്ചത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട അത് കാണാണ്ടിരിക്കാൻ പറ്റില്ല. അതെ. പിന്നെ രജിസ്റ്റേഡ് യു ഓൾസോ ഒരു സ്റ്റാർട്ടിങ് ഓഫ് ഓൾമോസ്റ്റ് 2 years മുടി വെട്ട നല്ല അല്ലേ. ഐ തിങ്ക് ഫോർ യു ഇറ്റ് ഈസ് അതൊരു വലിയൊരു ഒരു സാക്രിഫൈസ് വരെ ആയിരുന്നു അത്. ബിക്കോസ് ദാറ്റ് വാസ് ഹൂ യു ആർ. നോ, ആ രജിഷ എന്ന് പറയുന്നത് ഫോർ യു അതെന്താന്നറിയോ, ചെറുപ്പം തൊട്ടേ ഈ മുടിയുണ്ട്, ആകെയുള്ള കോംപ്ലിമെന്റ് അത്. പിന്നെ ഈ ചേച്ചി ഉൾപ്പെടെ നമ്മൾ ഇപ്പം കാവ്യ മാധവൻ, മഞ്ജു വാര്യർ, നവ്യ നായർ, ഞാൻ കണ്ട് വളർന്ന എല്ലാ നടിമാർക്കും മുറ്റോളം മുടിയുണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ എന്റെ അമ്മയ്ക്കുണ്ട്, അമ്മമ്മയ്ക്കുണ്ട്. മലയാളികൾക്ക് അല്ലെങ്കിൽ മുടി ഒരു വീക്ക്നെസ് ആണ് അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും കാണുമ്പോ മുടിനെ കുറിച്ച് മാത്രമേ എനിക്ക് വലിയ കാര്യമായിട്ട് കോംപ്ലിമെന്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അത് മുറിക്കുക എന്നുള്ളൊരു വിഷമം. പക്ഷെ മുറിച്ചത് നന്നായി, അതായത് കഥാപാത്രത്തിന് ശരി. കാരണം എന്താണെന്നറിയോ, ഇതൊക്കെ ഒരു നടിയുടെ അല്ലെങ്കിൽ ഒരു നടൻ്റെ ലൈഫിൽ വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അതായത് വളരെ 10 വർഷങ്ങളിൽ ഒരിക്കലൊക്കെ കിട്ടുന്ന സംഭവമാണ് നമുക്കൊരു ടൈറ്റിൽ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റുക, അങ്ങനെ ഒരു സിനിമ വരിക, നമ്മളെ വെച്ച് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഒരാൾ കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ് ഇങ്ങനെ ഒരു കഥാപാത്രം വരിക. അപ്പം മുടി വളർന്നോളും, പക്ഷെ ഈ സിനിമ പിന്നെ വന്നില്ലെങ്കിലോ. ഞാൻ ആദ്യം റിലേറ്റ് ചെയ്യണത് ജൂൺ തന്നെ കഥാപാത്രം അല്ലാണ്ട് രജിഷ വിജയൻ എന്ന് പറഞ്ഞ നടിയായിട്ട് ഇങ്ങനെ മുടി വെട്ടാൻ പോകണമെന്ന്. അപ്പോൾ പാർലറിൽ നമ്മൾ മീറ്റ് ചെയ്തപ്പോൾ അപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടില്ല, പക്ഷേ രജിഷ പോയതിന് ശേഷം ഇങ്ങനെ സംസാരം ഉണ്ടായി. അവൾ മിക്കവാറും മുടി വെട്ടും ജൂണിന് വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഞാനും അതേപോലെ തന്നെ വേറൊരു കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണ് ഞാനും മുടി വെട്ടിയതും. അപ്പോൾ ഞാൻ ഈശ്വര എനിക്ക് മനസ്സിലാക്കാം ആ ഒരു വിഷമം. അപ്പോൾ ഇൻ്റർവ്യൂസിലൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യണത് അതാ. എനിക്ക് ഓർമ്മയുണ്ട് മറ്റേ മുടി വെട്ടാൻ പോകുന്ന അന്ന് മറ്റേ ഞങ്ങൾക്ക് ഇവിടെ ഷൂട്ടിന്റെ അന്ന് ഞാൻ പോയില്ല, ഞാൻ കാണാൻ പോയില്ല. പക്ഷെ അന്ന് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ഡേ ഭയങ്കര സങ്കടമായിരുന്നു. മൂഡ് ഓഫ് ആയിരുന്നു. അത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാലോ, ആ മേക്കിംഗ് ഓഫ് ജൂൺ. കരച്ചില് അടക്കി പിടിച്ചാലും കരഞ്ഞിട്ടില്ല. എല്ലാവരുടെ മുന്നേ കരയരുത്. കാരണം ഒരു നടിയാണ് ഇത്, ഇതിന്റെ ഒരു പാർട്ടാണ്, ഇത് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളതുകൊണ്ട് ആരും കരയുന്ന ആരും കാണരുതുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും ഒരു വഴി അത് പോകും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു ഏരിയ ബോംബെയിൽ ഷൂട്ട് ചെയ്യാൻ പോയതായിരുന്നു. ചേച്ചിക്ക് 2 ആഴ്ച ഭയങ്കര രസമുള്ളൊരു ടൈമായിരുന്നു. എനിക്ക് എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിരുന്നു മുംബൈയിൽ. അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ബോംബെയിൽ പോണത്. ഞാൻ കൂടുതൽ നോർത്തിലെ വളർന്നെങ്കിലും ബോംബെയിൽ ഇതൊരു നിച്ചു പോയിട്ട് എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അവിടുത്തെ ഫുഡും ആൾക്കാരും സ്ഥലവും, അതായത് കുറേ സ്ഥലം നമ്മൾ പെർമിഷൻ എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തത്. ചിലത് അപ്പം ഷൂട്ട് ചെയ്യാൻ തോന്നിയിട്ട് ലോക്കൽ ട്രെയിനിലൊക്കെ ചാടി കയറി എങ്ങനെയൊക്കെയൊക്കെയോ. പിന്നെ ജൂൺ എന്ന സിനിമയ്ക്ക് പേരിട്ടോണ്ടാണോന്ന് അറിയില്ല, നവംബറിൽ, ഡിസംബറിൽ, ജനുവരി, ഒക്ടോബറിൽ, സെപ്റ്റംബറിൽ ഞാൻ നോക്കുമ്പോൾ പോയാൽ ക്യാമറ ഓൺ ആക്കിയ മഴ. ആകെ 2 സീനിലേ നമ്മൾ ആർട്ടിഫിഷ്യൽ റെയിൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ എനിക്കൊന്ന് മൊയ്തീൻ പോലെ തന്നെ ഇഷ്ടംപോലെ മഴയുണ്ട്. അത് നമ്മളിങ്ങനെ പറയുന്നു ജൂണിന് പേരിട്ട് പോയത് കൊണ്ടാണോ ഇങ്ങനെ. ബോംബെയിലൊക്കെ പോയിട്ട് എല്ലാവരും എന്നിട്ട് പറയും ബോംബെയിലെ മഴ ഉണ്ടാവാത്ത സമയമാണ്, പക്ഷെ നമ്മൾ പോയ സമയത്ത് ഫുൾ മഴയായിരുന്നു. ഇപ്പോൾ ഫുഡിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രജിഷ ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റ്, ഓർമ്മയുണ്ടല്ലോ സാർ, സ്ട്രിക്റ്റ് ഡയറ്റിലായിരുന്നു. പാവം കേട്ടോ. ഞാനൊക്കെ സെറ്റിലെത്തി ലഞ്ചൊക്കെ സമയം വാവേ ഫുഡ് കഴിക്കണ്ടേ എന്നുവെച്ചാൽ അത് ഡയറ്റിലായത് കാരണം അത്രയും കമ്മിറ്റഡ് ആയിരുന്നു രജിഷ. ഫുഡ് ഞാൻ വിചാരിച്ചു ഡയറ്റ് കുറെയൊക്കെ മുംബൈയിലാണോ കുറെയൊക്കെ അവിടുന്ന്
ഒന്ന് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും സങ്കടം തോന്നുന്നു കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് അവള് പാവം ഒരു ഗ്രീൻ ടീ, ഒരു ഓംലെറ്റ്, ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സ് കുറെ കഴിക്കാൻ കിട്ടിയെന്നല്ലേ. പട്ടിണി കിടക്കണ എനിക്ക് ആകെ കിട്ടണ കുറച്ച് ഫ്രൂട്ട്സ് ആണ്, അത് കൈയിട്ട് വാരാൻ വരുന്ന ആൾക്കാരെ കാണും. മീന്, ബീഫ്, ചിക്കൻ, ചോറ് ഇതൊക്കെ അത് പിന്നെ തന്നെ. പക്ഷെ അതൊന്നും വേണ്ട, അവർക്ക് എന്റെ ഫ്രൂട്ട് തന്നെ വേണം. ജോചേട്ടനാണെങ്കിൽ ജോചേട്ടനും അപ്പൊ കീറ്റോ എന്നൊക്കെ പറഞ്ഞ സമയത്ത് കീറ്റോ ചീറ്റോ ഒന്നും ഇല്ലായിരുന്നു. ചുമ്മാ വെറും ബീഫും ചിക്കനും മാത്രം കഴിക്കാൻ വേണ്ടിട്ട് 2 ആഴ്ച കീറ്റോ എന്നുള്ള കുറെ എക്സ്ക്യൂസ് വെച്ചാൽ പിന്നെ ആരും കാണാതെ നല്ലോണം വിട്ടുപിടിക്കരുത്. പക്ഷെ നല്ല സൂപ്പറാണ് ജോചേട്ടനും. പിന്നെ പുതിയ ടീം, ആ പുതുമുഖങ്ങളെല്ലാവരും, വൈഷ്ണു, ഫിദ ക്യാരക്ടറിന്റെ പേരാണ്. പറയണമെന്നുണ്ട് ആഗ്രഹം എല്ലാവരുടെയും പേര്. പക്ഷെ എന്താണെന്നറിയോ, ഒരു പറയാതെ നിങ്ങൾ അത് അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതായത് എക്സ്പീരിയൻസ് ചെയ്യണം. സിനിമ ഇറങ്ങണതിന് മുമ്പ് ഞങ്ങളിപ്പം ഞങ്ങൾക്ക് വേണം ഇവിടെ എല്ലാവരും പേര് പറയാം. പക്ഷെ അതല്ലാതെ സിനിമ ഇറങ്ങി അതിൽ ഓരോരോ ക്യാരക്ടറുമായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുമ്പം അവരാരാണെന്ന് നിങ്ങൾ അന്വേഷിച്ച പേര് കണ്ടുവെത്തി നാളെ അവരെ കാണുമ്പോൾ ഒന്നുമില്ല ആ കഥാപാത്രത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ പേരിൽ അവരറിയപ്പെടുമ്പോൾ അവർക്കൊരു സുഖമുണ്ടല്ലോ. അതിപ്പം എടുക്കാൻ വയ്യ. അത് അനുഭവിക്കണം. കാരണം ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിൽ ആർക്കും അറിയില്ലായിരുന്നു ഞാൻ വരുന്നുണ്ടെന്നോ എൻ്റെ ഒരു പടം ഉണ്ടെന്നോ. അനുരാഗ കരിക്കിന് വെള്ളം ഇറങ്ങി എത്രയോ കാലം ആൾക്കാർ എന്നെ എലീന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആർക്കും അറിയില്ലായിരുന്നു എൻ്റെ പേര് രജിഷ. ആ അവാർഡ് കിട്ടിയ സമയത്ത് പേപ്പറിലൊക്കെ പേര് വന്നപ്പോഴാണ് രജിഷയാണെന്ന് പേര്. പക്ഷെ നമ്മൾ ആ ക്യാരക്ടറിൻ്റെ പേര് വെച്ച് ആൾക്കാരെ വിളിക്കുമ്പോഴും എലിയല്ലേ അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. അപ്പം ആ സന്തോഷം അവർക്കും കിട്ടണം എന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പറയില്ല അവരുടെ പേര് വന്നിട്ടില്ല. അർജുൻ അശോകൻ. എനിക്ക് പേഴ്സണലി തോന്നിയത് അച്ഛൻ്റെ എല്ലാ സിനിമയും കണ്ടിട്ട് എനിക്ക് തോന്നിയത് ദ ബെസ്റ്റ്, അവൻ ചെയ്തതിൽ ബെസ്റ്റ് ക്യാരക്ടർ ഇതുവരെ ചെയ്തതിൽ ബെസ്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറും കൂടി ആയിരിക്കും. അതുപോലെ തന്നെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഭയങ്കര ചില്ലായിരുന്നു. ഞങ്ങളുടെ സെറ്റിൽ എപ്പോഴും ഉണ്ടാവും. അതായത് ഷൂട്ട് ഇല്ലെങ്കിലും ഞങ്ങളുടെ ഒരു ക്ലൈമാക്സ് സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. അതായത് അച്ചു ഞങ്ങള് കുറെ ആ സീനിന് വേണ്ടി കുറെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ വന്നു, ഷൂട്ട് ഉണ്ടായിട്ടില്ല, ഷൂട്ട് കഴിഞ്ഞു, വൈകിട്ട് കൊച്ചിയിലോട്ട് പോയി. ഞങ്ങള് വൈകിട്ടായിരുന്നു, കൊച്ചിയിലോട്ട് പോയി. എന്നിട്ട് ഞങ്ങളുടെ ഷൂട്ട് കാണാൻ വേണ്ടി തിരിച്ചു വന്നു, വണ്ടി ഓടിച്ച് തിരിച്ചു വന്നു. പക്ഷേ ആ സീൻ എടുക്കുമ്പോ അച്ഛനെന്താ ഭയങ്കര ഇമോഷണൽ ആയിട്ട് മെല്ലെ പോയി. അതായത് അത്രയും ഞങ്ങളെല്ലാരും ഭയങ്കര വളരെ ഇൻവോൾവ് ആയിരുന്നു. ഇനി എൻ്റെ ഇതില് എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അശോകേട്ടനായിട്ട് 2000 ഞാൻ അശോകേട്ടനായിട്ട് അഭിനയിക്കണു. അതേപോലെ തന്നെ എനിക്കിപ്പോൾ അർജുനായിട്ടും അർജുൻ്റെ ഒപ്പം അശോകേട്ടൻ്റെ മോനായിട്ടും അഭിനയിക്കാൻ പറ്റി, കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. നമുക്ക് കോമ്പിനേഷന് ഇല്ലെങ്കിലും അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പും അത്രയും ഒരു എനർജി ആയിരുന്നു സെറ്റില്. ഈ ഒരു എനർജിയും ഈ ഒരു ആഗ്രഹങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അത് ഈ സിനിമയിൽ പ്രതിഫലിക്കുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം എല്ലാവരും തമ്മിലുള്ള ഒരു സ്നേഹം, ആ സ്നേഹമാണ് ജൂൺ എന്ന് പറയുന്ന സിനിമ കാണിക്കാൻ ശ്രമിക്കുന്നതും. ഒരു 10-20 പേരുടെ കഥ നമ്മൾ ഒരു ലെൻസിലൂടെ, അതായത് ജൂൺ എന്ന് പറയുന്ന കുട്ടിയുടെ കണ്ണിലൂടെ നമ്മൾ കാണുന്നെന്ന് മാത്രം. പക്ഷേ ഇത് ജൂണിൻ്റെ കഥയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ജൂണിൻ്റെ മാത്രമല്ല, ജൂണിൻ്റെ ചുറ്റും ഇരിക്കുന്ന ഈ 20 പേരുടെ കഥ കൂടിയാണ്. 7 പാട്ടുകളുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം തോന്നുന്നു എനിക്ക് ഇത്രയും പാട്ടുള്ളൊരു സിനിമ മലയാളത്തിൽ വരുന്നതെന്ന് എൻ്റെ വിശ്വാസം. ഇഫ്തിക്ക ചെയ്ത വിനായക് ശശികുമാറും അനുവും മനു മഞ്ജിത്തും എഴുതിയ ഒരു 7ഓളം പാട്ടുകളിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു പക്ക റൊമാൻറ്റിക് മ്യൂസിക്കൽ ഫാമിലി പടമാണ് ജൂൺ. നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ എല്ലാവരുടെയും വർഷങ്ങളായിട്ടുള്ള സ്വപ്നമാണ്. അത് ദൈവാധീനം കൊണ്ട് ഈ വരുന്ന 15-ാം തീയതി നിങ്ങളുടെ അടുത്ത് തിയേറ്ററിലെത്തുകയാണ്. ഇതുവരെ തന്ന സപ്പോർട്ടും മലയാള സിനിമ വിജയിക്കുന്നതും മുന്നോട്ട് പോകുന്നതും ഒക്കെ നിങ്ങൾ കാരണമാണ്. എല്ലാ സിനിമയും കാണണം. ഒരുപാട് സിനിമ വരുന്നുണ്ട്. കൂട്ടത്തിൽ ഈ ഒരു കൊച്ചു പടവും നിങ്ങൾ കാണണം. 2.25 മണിക്കൂർ നിങ്ങളുടെ സമയം ഞങ്ങൾ വേസ്റ്റ് ചെയ്യില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് വരുന്നു. സിനിമ കഴിയുമ്പം ഒരു ചെറുപുഞ്ചിരി നിങ്ങളുടെ മുഖത്ത് എന്തായാലും ഉണ്ടാവും. അപ്പം കാണുക, പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. മീഡിയ വണ്ടി എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.